സൂര്യ സാർ പിന്നെ വിളിച്ചോ മോളെ? വിളിച്ചില്ല. സൂര്യ സാറിന്റെ മിടുക്ക് സമ്മതിക്കണം. സിംഹം പോലെ നിന്ന പത്മ മേഡത്തിനെ കൊണ്ട് സൂര്യ സാർ ഒപ്പിടിയിച്ചില്ലേ? പത്മ മേഡം എന്താ പറഞ്ഞേ? വേലക്കാരിയായ നന്ദിനി ഒപ്പിടുന്നതിന്റെ തൊട്ടടുത്ത് ഈ ഞാൻ പത്മ മേഡം ഒപ്പിടില്ലെന്ന്. പക്ഷെ ഇപ്പൊ ഒപ്പിട്ട, ഒപ്പിടിയിപ്പിച്ച അതാ സൂര്യ സാറ്. രാജേട്ടനൊന്ന് പോയേ. ഞാൻ എന്റെ തലേന്ന് പോയി കിട്ടിയെന്ന് വിചാരിച്ചതാ. സത്യം പറഞ്ഞാൽ ഈ കോടിക്കണക്കിന് രൂപയുടെ കാര്യത്തിനൊക്കെ ഒപ്പിടുന്നത് എനിക്കെന്തോ ഒരു പേടി സ്വപ്നം പോലെയാ. എന്ത് പേടി സ്വപ്നം? സൂര്യ സാർ അനുവദിച്ചു തന്നല്ലേ മോളെ? മോളായതുകൊണ്ടാണ് അഹങ്കരിക്കാത്തത്. വേറെ വല്ല പെണ്ണുങ്ങളും ആയിരുന്നെങ്കിലേ ഈ വീട്ടിനകത്ത് ചവിട്ടി മെതച്ച് നടന്നന്. പത്മ മേഡത്തിന്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് ഈ വീട്ടിലും കമ്പനിയിലും എനിക്ക് നിങ്ങളുടെ അതേ അവകാശം ഉണ്ടെന്ന് പറഞ്ഞേനെ. എനിക്കതൊന്നും വേണ്ട. സാർ ഓരോരോ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും പേടിയാവുക മനുഷ്യന്. ഇനി മോൾ ആരെ പേടിക്കാനാ? പത്മ മേഡത്തിന്. എന്റെ പൊന്നു മോളെ, പത്മ മേഡത്തിന്റെ പല്ലു എല്ലു ഒക്കെ കൊഴിഞ്ഞില്ലേ? അയ്യോ, പാവം പത്മ മേഡം. അല്ലെങ്കിലേ എന്തായിരുന്നു ഇവിടെ ബഹളം? രാജു ചായ കൊണ്ടുവാ, രാജു കാപ്പി കൊണ്ടുവാ. അവളെവിടെയാണ് നന്ദിനി? ആ വേലക്കാരി എവിടെയാണ്? ഇവിടെയൊന്നും കണ്ടില്ലല്ലോ. ഹോ, എന്തൊക്കെയായിരുന്നു ഇവിടത്തെ കൽപ്പനകള്. ഇപ്പോഴേ വല്ല മിണ്ടാട്ടം ഉണ്ടോ അവർക്ക്? നാക്കും വിഴുങ്ങി ആ മുറിയിൽ എവിടെയെങ്കിലും ചെന്ന് ഇരിക്കുന്നുണ്ടാവും. മോള് നോയിക്കോ, പത്മ മേഡത്തിന്റെ ബാക്കിയുള്ള കൊമ്പും കൂടെ സാർ ഒടിച്ച് അവസാനം ഒന്നിനും കൊള്ളാത്ത പരുവത്തിന് പത്മ മേഡത്തിനെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അയ്യോ, ഒന്നും മിണ്ടാതിരിക്കും രാജുവേട്ടാ. ഞാൻ പറയും മോളെ, ജോലിക്കാർക്ക് എന്താ പറയാനുള്ള അവകാശമില്ലേ? ഇനിയിപ്പം പത്മ മേഡം എന്റെ മുമ്പിൽ വന്ന് നിന്നാ പോലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞിരിക്കും കേട്ടാ. പറഞ്ഞിരിക്കും ഞാൻ. എനിക്കിവിടെ ആരും പേടിയൊന്നുമില്ല. പറയടാ, നിനക്ക് പറയാനുള്ള മുഴുവൻ പറ. നീ വല്ലാത്ത പ്രതിഷേധത്തിലല്ലേ? മാഡം, അത് പിന്നെ ഞാൻ നിന്നെ വേണമെങ്കിൽ ഈ നിമിഷം എനിക്ക് പറഞ്ഞു വിടാം. പക്ഷെ അത് ഞാൻ ചെയ്യാത്തത് എന്താണെന്നറിയോ? ഇനി മുതൽ നീ ഇവിടെ വേണമെന്ന് എനിക്ക് നിർബന്ധമുള്ളതുകൊണ്ടാ. പറഞ്ഞ ഓരോ വാക്കും നീ എണ്ണി മനസ്സിൽ കൂട്ടി വെച്ചോ. ഇന്നു മുതൽ അതിനുള്ള ശിക്ഷ നിനക്ക് കിട്ടിയിരിക്കും. മനസ്സിലായോടോ? മനസ്സിലായി. ഇടിയടിക്കല്ലേ മോളായിരുന്നു. തലേന്ന് എന്തോ ഒരു ഭാരം ഇറങ്ങിപ്പോയതുപോലെ. സത്യം പറഞ്ഞാലേ പത്മ മേഡം പാവോ മോളെ. നമ്മൾ മേഡത്തെ ഒന്നും പറയാൻ പാടില്ല. പത്മ മേഡം അല്ലേ നമുക്ക് ശമ്പളം തരുന്നത്. അപ്പൊ നമ്മള് പത്മ മേഡത്തിനോട് നന്ദി കാണിക്കണ്ടേ? ഇതല്ലേ ഞാൻ തുടക്കം മുതലേ പറഞ്ഞത്.
കിട്ടാനുള്ളത് കിട്ടിയാലേ ഓർക്കാനുള്ളത് ഓർക്കാൻ പറ്റൂ. ഓ, ഓ. അടിയെന്ന് പറഞ്ഞ മോളെ, ഇതാണ് അടി. സൂപ്പർ.